സ്റ്റെല്ല ആന്റി. ഇവരായിരുന്നു ഒരുപാട് കാലം ആ ഫാമിലിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഹൗസ് കീപ്പർ മാതിരി. നിങ്ങൾ അവരുടെ വീട്ടിൽ എത്ര വർഷം ജോലിക്ക് നിന്നിട്ടുണ്ട്? 6-7 കൊല്ലം. റൊസാരിയോ മരിക്കുമ്പോഴും അങ്ങനെ കെട്ടിയോളം മരിക്കുമ്പോഴും നിങ്ങൾ അവിടെ ജോലിക്കാരിയായിട്ടുണ്ട്? ഉണ്ട്. ജോലിക്കാരിയായിട്ടല്ല, ഹൗസ് കീപ്പറായിട്ട്. സ്റ്റെല്ല ആന്റി ഒന്ന് വന്നേ. ഇവര് തമ്മിൽ എങ്ങനെയായിരുന്നു ആന്റി, ഈ റൊസാരിയോയും ശ്രീദേവി മേനോനും തമ്മില്? വഴക്കും തല്ലൊന്നില്ലായിരുന്നു, എന്നാലും വലിയ ഇഷ്ടവും കണ്ടിട്ടില്ല. പുള്ളി വെള്ളമായിരുന്നോ? എന്നങ്ങ് പറഞ്ഞൂടാ. പക്ഷെ അവസാനമൊക്കെ അധികം കുറെ കൂടുതൽ കഴിക്കുമായിരുന്നു. പക്ഷെ കാശുണ്ടാക്കുമായിരുന്നു ശരിക്കും. അങ്ങേരുടെ മരണം ഈ ശ്രീദേവിയിൽ എങ്ങനെ വല്ല ഷോക്ക് ഉണ്ടാക്കിയോ അതോ? ഷോക്ക് എന്ന് പറഞ്ഞാൽ ഷോക്ക് ഉണ്ടായിരുന്നു തന്നെയാ തോന്നുന്നേ. കാരണം അതിനുശേഷം പുള്ളിക്കാരത്തി കൂടുതൽ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുമായിരുന്നു. മകന് ഈ മയക്കുമരുന്നിന്റെ ശീലം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഹി വാസ് എൻ അഡിക്റ്റ്. കോളേജിൽ നിന്ന് തുടങ്ങിയതാ. സ്കൂളിലൊക്കെ നല്ല കുട്ടിയായിരുന്നു ക്രിസ്റ്റി, നല്ല മിടുക്കൻ. പക്ഷെ പിന്നെ പിന്നെ ആ മിടുക്കെല്ലാം പോയി. കോളേജിലും പോവില്ല, ചില ചീത്ത കൂട്ടുകെട്ടുകളും മൂടി പിടിച്ച ഇരിപ്പും. അവന്റെ പോക്ക് പെശകായിരുന്നു. അമ്മയും മകനും തമ്മില് വഴക്കായിരുന്നു എപ്പോഴും. ഒരമ്മയുടെ മുമ്പിൽ പറയാൻ പാടില്ലാത്തതൊക്കെ ദേഷ്യം വരുമ്പോ അവൻ വിളിച്ചു പറയും. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്കാ. ഒരിക്കൽ മിസ്റ്റർ റൊസാരിയോ മരിച്ച ആണ്ട് തികയുന്നതിന്റെ തലേന്ന് രാവിലെ അങ്ങേരെ അടക്കിയെടുത്ത് ഒപ്പം ഒന്ന് ചെല്ലണമെന്ന് ശ്രീദേവി പറഞ്ഞു. അതിനാ ചെറുക്കൻ കിടന്ന് വിളിച്ചു പറഞ്ഞത്, ഞാനെന്തിനു നിങ്ങളുടെ ഒപ്പം വരണം? നിന്റെ ഡാഡിയുടെ ഡെത്ത് ആനിവേഴ്സറി ആയതുകൊണ്ട്. ലോകത്ത് ഒരുപാട് പേര് ചാവുന്നുണ്ട്. ചാവുന്നവനെല്ലാം കൃത്യം 1 വർഷം തികയുമ്പോൾ ഡെത്ത് ആനിവേഴ്സറി ഉണ്ട്. അതിന് ഞാനെന്ത് വേണം? സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. സ്റ്റോപ്പ് യുവർ നോൺസെൻസ് ഫസ്റ്റ്. നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ആ മനുഷ്യൻ എന്റെ അച്ഛനാണെന്ന്? എനിക്ക് അച്ഛനില്ല. ഐ ആം എ ബാസ്റ്റേർഡ്. തന്തയില്ലാത്തവനാണ് ഞാൻ. ഐ ആം എ ബാസ്റ്റേർഡ്. നിങ്ങൾ പെട്ട ഒരു ബാസ്റ്റേർഡാണ്. കൊല്ലും ഞാൻ നിങ്ങളെ. കൊല്ലും ഞാൻ. തല്ലുവായിരുന്നോ ക്രിസ്റ്റി? തല്ലി കണ്ടിട്ടില്ല. പിടിച്ചു തള്ളുന്നതും കൊങ്ങയ്ക്ക് പിടിക്കുന്നതും വരെ കണ്ടിട്ടുണ്ട്. ദേഷ്യം വന്നാ പിന്നെ അവൻ വല്ലാതെ അങ്ങ് വയലന്റ് ആവും. ശ്രീദേവി ഹോസ്പിറ്റലിൽ പോയത് എന്തോ എവിടെയോ മറിഞ്ഞു വീണ് ഫ്രാക്ചർ ആയിട്ടായിരുന്നല്ലേ? അതെ. അതും അമ്മയും മോനും കൂടെ കുസ്തു പിടിച്ചിട്ടായിരുന്നോ? അതെനിക്ക് പറയാൻ പറ്റത്തില്ല. ഹൗസ് കീപ്പർ ആയതുകൊണ്ട് ഞാൻ രാത്രിയിൽ ഇവിടെ തങ്ങിയിരുന്നില്ലല്ലോ. പറഞ്ഞു കേട്ടത് ആ ബാൽക്കണിയിൽ നിന്ന് പാരപ്പെട്ടിലേക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോൾ മറിഞ്ഞു വീഴുന്നു എന്നാ. അതിനും ചാൻസ് ഇല്ലാതെ ഇല്ല. സ്ലീപ്പിംഗ് പിൽസ്? ആ, യെസ്. പക്ഷേ മരിച്ചത് വീഴ്ചകൊണ്ടൊന്നുമല്ല. 2-3 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന് വേറെ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടായിരുന്നു. അവര് മരിക്കുമ്പോ സ്റ്റെല്ല ആന്റി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ആ ചെറുക്കൻ അതിന് സമ്മതിച്ചില്ല. പിന്നെ അപ്പോഴത്തേക്ക് ഞാനും അങ്ങ് പിണങ്ങി മാറി. എനിക്കും മതിയായി എന്നുള്ള ഈ വഴക്കും ബഹളവും. അപ്പൊ ഹോസ്പിറ്റലിൽ ആ സ്ത്രീ തനിച്ചായിരുന്നോ? ആ, എന്ന് തന്നെ പറയാം. ആ ചെറുക്കൻ വല്ലപ്പോഴും ചെന്ന് അന്വേഷിക്കുമായിരുന്നു. പക്ഷേ മരിക്കുമ്പോ ആരും അടുത്തില്ലായിരുന്നു. സിസ്റ്റർ ലീലാദേവി, ഈ ഹോസ്പിറ്റലിലെ തുടക്കം മുതലേ ഉള്ളതാ, ദ സീനിയർ മോസ്റ്റ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഉവ്, ഞാൻ തന്നെയാണ് ആ പേഷ്യന്റിനെ നോക്കിയിരുന്നത്. ഡോക്ടർ ഇന്നലെ ആവശ്യം പറഞ്ഞിരുന്നത് കൊണ്ട് അന്നത്തെ ബാക്ക് ഫയൽസ് എല്ലാം ഒന്നുകൂടെ ഞാൻ റെഫർ ചെയ്തു. വെരി ഗുഡ്. 1 കൊല്ലം മുമ്പല്ലേ? എന്നാലും ആ സ്ത്രീയെക്കുറിച്ചും അവരുടെ മരണത്തെക്കുറിച്ചും എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാം. താങ്ക് യു. അല്ല, വേണമെങ്കിൽ എന്റെ പ്രസൻസ് ഒഴിവാക്കി തരാം. വേണമെന്നില്ല. അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. യെസ് യെസ്, ഐ ടു ഫീൽ ലൈക്ക് ദാറ്റ്. അല്ല സിസ്റ്റർ, ശ്രീദേവി റൊസാരിയോയുടെ മരണം ഒരു സാധാരണ മരണം തന്നെയായിരുന്നു എന്നാണോ സിസ്റ്ററിന്റെ അഭിപ്രായം? എന്ന് ചോദിച്ചാ ഹെൽത്ത് റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെ തന്നെയാ. ആസ്ഫിൻസിയ, ശ്വാസം മുട്ടൽ സംഭവിക്കാം. അല്ലെങ്കിൽ തന്നെ ആ കുട്ടിയുടെ ഹെൽത്ത് വളരെ മോശമായിരുന്നു. ശ്വാസം മുട്ടൽ പോസ്റ്റ് ഒന്നും ആകാൻ സാധ്യതയില്ല. ഏതായാലും ആരും കഴുത്ത് ഞെരിച്ചിട്ടൊന്നുമില്ല. ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന് തന്നെയാണ് മരിച്ചത്. അന്നത്തെ ദിവസം അസാധാരണമായിട്ട് എന്തെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ടോ? എന്ന് ചോദിച്ചാല് ഉച്ചയ്ക്കായിരുന്നു മരണം.
ഉച്ചയ്ക്ക് കുറച്ചു മുമ്പ് ഞാൻ ശ്രീദേവിയുടെ റൂമിൽ ചെന്നപ്പോ ആ മോഞ്ചക്കം വന്നിട്ടുണ്ടായിരുന്നു. ബഹളം കേട്ടുകൊണ്ടാണ് ഞാൻ ഓടിച്ചെന്നത്. You wanted to make me a lunatic, man. എല്ലാവരുടെയും മുമ്പിൽ എന്നെ ഭ്രാന്തനാക്കി കാണിക്കാൻ നിങ്ങൾ കെട്ടിയുണ്ടാക്കുന്ന ഡ്രാമയാണത്. Now if you repeat the story to one more person, പിന്നെ അത് ആരോടും പറയേണ്ടി വരില്ല. ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല മോനെ. ഞാൻ കാല് വഴിക്ക് വീണതാ. വഴിക്ക് വീണൊന്നും അല്ല, അത് വേറൊരു കള്ളം. You are a drug addict, somnambulist, mental wreck. Will you please shut up? Get out. ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങി പോണം മിസ്റ്റർ. She is my mother. മേബി ഇപ്പൊ ഇവർ എന്റെ പേഷ്യന്റ് ആണ്. മര്യാദയ്ക്ക് പുറത്തു വെച്ചോളൂ, ഇല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാരുടെ തല്ലി മേടിക്കേണ്ടി വരും. എങ്കിൽ വിളിക്കേ, ആരാ തല്ലുകൊള്ളുന്നെന്ന് കാണാം. സെക്യൂരിറ്റി, സെക്യൂരിറ്റി. സിസ്റ്റർ, എവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി സിസ്റ്റർ. എന്താ സിസ്റ്റർ? ഓക്സിജൻ കൊണ്ടുവരും. ശരി. അവനെന്നെ ഒന്നും ചെയ്തിട്ടില്ല. അവനെന്നെ തല്ലിവിട്ടതല്ല. സിസ്റ്റർ, ഒന്ന് പോകുന്നുണ്ടോ അവിടുന്ന്? നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ എന്റെ പേഷ്യന്റ് അപ്സെറ്റ് ആവുന്നു. ഓപ്പൺ ഇറ്റ്. She will be all right. ഉറങ്ങട്ടെ. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു കാണും. ഊണ് കഴിച്ച് ഞാൻ ക്വാർട്ടേഴ്സിൽ നിന്ന് മടങ്ങുകയായിരുന്നു. ഇതിനിടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ ശ്രീദേവിയെ ചെന്ന് കണ്ടിരുന്നു. അപ്പോഴൊക്കെ പേഷ്യന്റ് മയക്കമായിരുന്നു. വിശേഷിച്ചൊന്നും കണ്ടില്ല. ക്രിസ്റ്റി അതോടൊപ്പം സ്ഥലം വിട്ടോ? പോയിന്നാ ഞാനും ധരിച്ചത്. പക്ഷേ മയക്കത്തിനിടയിൽ ഫിറ്റ്സ് പോലെ വരാം. അങ്ങനെ വന്നാ ഓക്സിജൻ ട്യൂബൊക്കെ തനിയെ വലിച്ചു പറിച്ച് കളയാം. അങ്ങനെയും വരാം. എന്നാലും എനിക്കെന്തോ ആ പയ്യനെ ആ സമയത്ത് വീണ്ടും സ്റ്റെയർ കേസിൽ കണ്ടത് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് അങ്ങനെ കിടക്കുന്നു. ക്രിസ്റ്റി രണ്ടാമതും ആ മുറിയിലേക്ക് കയറി പോകുന്നത് ആരെങ്കിലും കണ്ടവരുണ്ടോ? ഇല്ല. ഒന്നാമത് ആ നേരത്ത് ഇന്റർവെൽ അല്ലേ. സിസ്റ്റേഴ്സ് എല്ലാരും ഊണ് കഴിക്കുകയൊക്കെ ആയിരിക്കും. നിങ്ങളിത് ആരോടും പറയായിരുന്നെന്താ? പറഞ്ഞല്ലോ, ചീഫിനോടും മറ്റു ചില ഡോക്ടേഴ്സിനോടും ഒക്കെ പറഞ്ഞു. പക്ഷേ അന്നതിലാർക്കും അസാധാരണമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ തിരക്കിയപ്പോ തോന്നിയിട്ടും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. അമ്മ മരിച്ചതോടെ ആ കുട്ടി ശരിക്കും ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും നാട്ടുകാർ കൂടി ഭ്രാന്താശുപത്രിയിലാക്കുകയുമായിരുന്നു. ക്രിസ്റ്റഫർ എന്നൊരു പേര് സിറ്റിയിലെ മെന്റൽ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ ലിസ്റ്റിൽ നിന്ന് കിട്ടി. പക്ഷേ ക്രിസ്റ്റഫർ റൊസാരിയോ എന്നൊന്നുമില്ല. ഏത് ഹോസ്പിറ്റലിൽ നിന്ന്? സെയിന്റ് ജൂഡ് മെന്റൽ സാനിറ്റോറിയം. സിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ടാ. എയർപോർട്ടും കഴിഞ്ഞ് പിന്നെയും പോകണം. പോയി നോക്കിയില്ലേ? ഇല്ല, പോയി നോക്കാം. എന്താ ജോ ഇത്? നിങ്ങൾക്കാർക്കും ഇതിന്റെ സീരിയസ്നെസ് ഇതുവരെ കയറിയിട്ടില്ലാന്ന് തോന്നുന്നു. ഇല്ല സാർ, ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ആ പേഷ്യന്റ് ഇപ്പോഴവിടെ ഇല്ല. എന്തുപറ്റി? ഡിസ്ചാർജ് ആയിട്ട് 1 മാസത്തിലേറെയായി. ഡിസ്ചാർജ് ആയിട്ട് കൃത്യം എത്ര ദിവസമായി നോക്കിയോ? അങ്ങനെ നോക്കിയില്ല. ആ ക്രിസ്റ്റഫർ ഈ ക്രിസ്റ്റഫറും ഒരാളല്ല എന്ന് തോന്നിയത് കൊണ്ട് പിന്നെ അങ്ങോട്ട്. ആ ക്രിസ്റ്റഫറും ഈ ക്രിസ്റ്റഫറും ഒരാളാണെന്ന് വന്നാൽ ജോയി,
ഒരു ഭ്രാന്തൻ കൊലയാളി നമ്മുടെ എല്ലാ ഇടയിലൂടെ സ്വതന്ത്രനായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇപ്പോഴത്തെ 2 മർഡേഴ്സ് നടന്നിരിക്കുന്നത് അവൻ പുറത്തു വന്നതിന് ശേഷമാണ്. ഇപ്പൊ കുറച്ച് കോലം തിരിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് അവന്റെ തന്നെ ഫോട്ടോയാ. നിങ്ങൾ ഈ പേഷ്യന്റിനെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് അസുഖം ശരിക്ക് ഭേദമായിട്ടാണോ അതോ? ഭേദമായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങോട്ട് ഭേദമായി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പക്ഷെ അത്രയ്ക്ക് വലിയ ശല്യക്കാരനൊന്നും അല്ലായിരുന്നു അവൻ. വയലൻസ് ഉണ്ടായിരുന്നു? ഹേയ്, വയലൻസ് പോയിട്ട് ചലനം തന്നെ നന്നേ കുറവായിരുന്നു. വെറുതെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചുമ്മാ തൂങ്ങിയിരിക്കും. എന്നിട്ട് എപ്പോഴും ചിരിച്ചോളും. ഡോക്ടർ, ഒരു കാര്യം ചോദിച്ചാൽ നേര് പറയണം. യെസ്. രോഗം മാറിയെന്ന് കണ്ട് ഡിസ്ചാർജ് ചെയ്തതല്ല ഈ പേഷ്യന്റ് എന്നുള്ളത് വളരെ ക്ലിയറാണ്. ഫീസും മറ്റു ചെലവുകളും ഒന്നും എടുക്കാൻ ബന്ധുക്കളായിട്ട് ആരും ഇല്ലാതിരുന്നത് കൊണ്ടുകൂടിയല്ലേ അയാളെ തുറന്നു വിട്ടത്? അങ്ങനെയൊന്നും ഞങ്ങൾ ഇവിടെ ചെയ്യില്ല. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഇതൊരു ചാരിറ്റി സ്ഥാപനമാണ്, മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം അറിയാനുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് ചോദിച്ചറിഞ്ഞിട്ട് പൊക്കോളണം. ഐ ഹാവ് നോ ഒബ്ജക്ഷൻ. പക്ഷെ ഇത് ഞാനിരിക്കുന്ന ഈ ചെയറിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാവുകയാണെങ്കിൽ ഐ വോണ്ട് ടോളറേറ്റ്. എനിക്ക് നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ട് ചുക്കും കിട്ടാനില്ല. പക്ഷേ 1 കൊല്ലത്തോളം ഈ ഹോസ്പിറ്റലിൽ കിടന്ന ആ മനുഷ്യൻ എങ്ങനെ ഇവിടെ നിന്ന് പുറത്തു പോയി എന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവൂ. കാരണം ഈ മനുഷ്യൻ പുറത്തു പോയിട്ട് ഇതിനോടകം 2 കൊലപാതകങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ലക്ഷണം വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ പ്രായത്തിലുള്ള ഏത് മധ്യവയസ്കനെയും എപ്പോൾ വേണമെങ്കിലും പതിയെ നിന്ന് ആക്രമിച്ചു കൊല്ലാൻ ഇയാൾ ഇനിയും മടിക്കില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അവനിവിടെ ഒന്നും ചാടിപ്പോവായിരുന്നു. ഇടയ്ക്ക് ചിലപ്പോ ചില പുള്ളികൾ ഇങ്ങനെ കണ്ണു വെട്ടിച്ച് കടന്നു കളയാറുണ്ട്. ചിലതൊക്കെ തിരിച്ചു വരും. ഇവനെ ഞങ്ങൾ ആ കൂട്ടത്തിലാ പെടുത്തിയിട്ടുള്ളത്. അവൻ ചാടിപ്പോയി ഉടനെ നിങ്ങൾ ആ വിവരം ഞങ്ങൾ അറിയിക്കണമായിരുന്നു. എങ്കിലും ഒരു പക്ഷേ 2 ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞാനേ. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. അറിയിപ്പുകൾ. ഈ ഫോട്ടോയിൽ കാണുന്ന ക്രിസ്റ്റഫർ റൊസാരിയോ എന്ന യുവാവിനെ ഇക്കഴിഞ്ഞ മാർച്ച് 23-ാം തീയതി മുതൽ കാണാതായിരിക്കുന്നു. 6 അടി 1 ഇഞ്ച് ഉയരം, 86 കിലോഗ്രാം തൂക്കം, വെളുപ്പ് നിറം, ലേശം ബുദ്ധിഭ്രമം ഉള്ളതുകൊണ്ട് അപകടകാരിയാവാൻ സാധ്യതയുണ്ട്. കണ്ടുമുട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കേണ്ടതാണ്. കണ്ടാ വല്ലതും തോന്നും. ബോംബെയിൽ നടന്ന ആത്മഹത്യ അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ മിസ്റ്റർ ക്രിസ്റ്റഫർ റൊസാരിയോ ഇതിനോടകം 4 മർഡേഴ്സ് നടത്തിയിരിക്കുന്നു. അപ്പൻ, അമ്മ, പിന്നെ ഈയുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ജഡ്ജ് വാസുദേവ്, കുവൈറ്റ് മണി. ദൈവമേ, ഒരു വാരികക്കാരൻ കവർ സ്റ്റോറി കാച്ചത് വായിച്ചോ? ഇപ്പോഴത്തെ 2 മർഡേഴ്സും വെച്ച് വൃദ്ധന്മാരുടെ കാര്യത്തിൽ സാദൃശ്യം അവൻ എടുത്തെഴുതിയിരിക്കുക. സൂസം പറയണത് കേട്ടു. അതിനുശേഷം കിളവന്മാരുടെ വിളി കാരണം സ്റ്റേഷന് ഒരു സ്വൈരവുമില്ല. വയസ്സന്മാർ ഇൻ ബ്ലോക്ക് വരണ്ടിരിക്കുക. പാതിരാത്രി ഒരു അനക്കം കേട്ട ഉടനെ വിളിയാ കില്ലർ വന്നു എന്ന് പറഞ്ഞു. ചിലരൊക്കെ ആളെ കണ്ടു എന്നും പറയുന്നു. അത് ഓഫ് ചെയ്തോ? പിന്നല്ലാതെ. പോകാം. ആ ഫോട്ടോ കാണാനെന്ന് പറഞ്ഞ് ഇത്രയും നേരം പിടിച്ചിരുത്തിയേച്ച്. ഉഷേ, എന്താ? ആരെങ്കിലും വിളിച്ചാ ഞങ്ങള് ക്ലബിൽ കാണുമെന്ന് പറഞ്ഞേക്കണം. ശരി. എനിക്ക് അല്ല, ഞാൻ വരണോ? വരണം. വന്നേ ഒക്കൂ. സത്യത്തിൽ ഹരിയേട്ടനെ ഉദ്ദേശിച്ച് തന്നെയാ ഞാനും കൂടെ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുവന്നേക്കുന്നത്. ഇങ്ങനെ ഉഗ്രനാ, എല്ലാം പറയും. ആരായി കക്ഷി? പാമ്പ് കളിക്കാരനോ മെമിക്രിയോ? ഹരിയേട്ടനൊന്ന് എണീക്കുന്നുണ്ടോ? ബോറാവില്ലെന്നേ. ഒന്ന് നോക്കാം നമുക്ക്. വാര്യർ മാഷെന്ന് പറഞ്ഞാ ഭയങ്കര ഫേമസാ. ഗവർണറുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടൊക്കെയാണ് പുള്ളി എന്ന് കിട്ടിയത് തന്നെ. സാധാരണ ഇമാരി ഫംഗ്ഷനൊന്നും പോണ ആളല്ല. അപ്പൊ ഉഗ്രപക്ഷജാതി ആയിരിക്കുമല്ലോ. ആരാ ഇങ്ങേര്? ESP, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. നമ്മുടെ സെൻസറി പവേഴ്സിന്, ചിന്താശക്തിക്ക്, അറിവിനൊക്കെ അപ്പുറത്തുള്ള കാര്യങ്ങൾ കാണാനുള്ള കഴിവ്. ആ കഴിവുള്ളൊരു കക്ഷി. മനസ്സിലായില്ല. എന്ന് പറഞ്ഞാ നമ്മളെ കണ്ട മാത്ര നമ്മുടെ ഭൂതവും ഭാവിയും ഒക്കെ അങ്ങേർക്ക് കാണാം. ഇന്ദിരാഗാന്ധി മരിക്കുന്നതിന് 99 ദിവസം മുമ്പ് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞതല്ലേ എന്ത്? ഈ അമ്മ ഇനി 100 ദിവസം തയ്ക്കില്ലാന്ന്. അങ്ങനെ എന്തല്ല. വാന്നേ മോനെ, വാ. അത് ഉഷ എടുത്തോളൂ. ഹലോ, ഹരിദാസ് ദാമോദരൻ ഹിയർ. ഹലോ. സന്ധ്യ കഴിഞ്ഞാൽ സ്വൈര്യമായി വഴി നടക്കാൻ പറ്റില്ലെങ്കിൽ താനൊക്കെ എന്തിനാ ചിരക്കാനാണോ ഈ വേഷവും കെട്ടി നടക്കുന്നതെന്ന്. സാർ ആരാ സംസാരിക്കുന്നത്? ഒരു വയസ്സൻ
ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ. ഇപ്പൊ അത്ര അറിഞ്ഞാ പോരായോ? മതി. മറ്റേ കേസ് തന്നെയാ, ഒരു കക്ഷി വരണ്ട് വിളിക്കുക. എന്താ ഉണ്ടായത്? പേസന്മാരെ കൊല്ലാനായിട്ട് ഒരുത്തിന് ഇറങ്ങിയിട്ടുണ്ടെന്ന് വിളംബരം ചെയ്തേച്ചാൻ കയ്യും കെട്ടി ഇരുന്നേച്ചാൽ മതി. അല്ല, എന്തെങ്കിലും വിശേഷിച്ച് ഉണ്ടായി. ഞാനിപ്പോ പാർക്കിൽ നടത്തയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരുത്തിന് എന്റെ പിന്നാലെ. എന്നിട്ട് ഞാനായതുകൊണ്ട് അവന്റെ അടവ് നടന്നില്ല. പക്ഷേ അത് അവൻ തന്നെയാ, ഉറപ്പാ. സാറിന്റെ പേരും അഡ്രസ്സും ഒന്ന് പറഞ്ഞുതരോ? ഓഹോ, 1 സെക്കൻഡ്. പറഞ്ഞോളൂ. ആ, അയ്യോ ആ, ആ. മോനെ, അയ്യോ കരയല്ലേ? കൈ പൊള്ളിയോ? സാരില്ല, കരയല്ലേ മോനെ. ആ, ഇപ്പൊ തന്നെ അന്വേഷിക്കാം. ശരി. അയ്യോ, കരയില്ല 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 കര അച്ഛന്റെ മോൻ കരയില്ല, അച്ഛന്റെ മോൻ കരയില്ല 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 കേട്ടോ. അച്ഛനെ അമ്മയുടെ മാജിക് കാണിച്ചു തരാം. വാ. Friends, will you please listen for a moment? We all are gathered here this evening for a very pleasant, a very unusual, rather very unreal experience or amusement. മിസ്റ്റർ വാര്യർ മാഷ് 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഇടയിലെത്തും. അദ്ദേഹം മൊത്തം 20 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. വാര്യർ മാഷെ പറ്റി ഞാനൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവർ ഇന്നിവിടെ കാണാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, മനസ്സിന്റെ ഏകാഗ്രത, കോൺസെൻട്രേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ സിദ്ധി പ്രകടിപ്പിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിൽ ഒച്ചയോ കമന്റുകളോ വാഗ്വാദങ്ങളോ ഒന്നും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഉണ്ടായാൽ അതിന്റെ നഷ്ടം നമുക്ക് തന്നെയായിരിക്കും. അതെല്ലാവരും ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്താ ഇവിടെ എല്ലാവരും അന്ധന്മാരാ? ഇത്രയൊക്കെ പ്രകാശം പോരെ? അല്ല, അടയ്ക്കണമെന്നില്ല. ഇട്ടോളൂ ഇട്ടോളൂ. നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിലാണല്ലോ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇട്ടോളൂ ഇട്ടോളൂ. കിടന്നോട്ടെ. എന്താ ഇപ്പൊ കുഴപ്പം? എനിക്ക് നിങ്ങളെ കാണാൻ ഈ വെളിച്ചം ആവശ്യമില്ലല്ലോ. എന്തിനാ അവിടെയും ഇവിടെയും കൂടെ പ്രകാശം? അതുകൊണ്ട് ഈ ഒരെണ്ണം ഒഴിച്ച് ആ കിടക്കുന്ന ലൈറ്റ് എല്ലാം അങ്ങോട്ട് പൊക്കോട്ടെ. അതേ സപ്ലൈ തന്നെയല്ലേ ഈ സ്പോട്ട് ലൈറ്റിന് ഉള്ളത്. പിന്നെ അത് മാത്രം എങ്ങനെയാ കത്തുന്നേ? അതാണ്. ഈശോയെ, അതങ്ങേര് ആദ്യത്തേത് ഹബിന് തന്നെ തന്നു. ഇതൊന്നും അല്ല. ഇറ്റ് വാസ് ഓൺലി എ സിമ്പിൾ മാജിക്. ഏതായാലും ഇനിയിപ്പോ ആ ലൈറ്റ് അങ്ങനെ തന്നെ കിടന്നോട്ടെ. എന്താ, മകൻ മരിച്ചതിന്റെ ദുഃഖം മാറിയിട്ടും സൊല്ലകൾ തീരുന്നില്ല അല്ലേ? അല്ല, അത് എനിക്ക് അങ്ങയെയോ അങ്ങയുടെ മകനെയോ പരിചയമുണ്ടായിരുന്നോ എന്നാണോ? അശേഷമില്ല. പക്ഷെ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് അവനെ പരിചയമുണ്ട്.
ഞാനവനെ കാണുന്നു. വിദേശത്ത് വെച്ച് വാഹനാപകടത്തില്ലേ? അതെ. 3 കൊല്ലം കഴിഞ്ഞല്ലോ. അവന്റെ ഭാര്യ ഇപ്പോ വേറെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതെ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണമെന്ന് പറഞ്ഞാണ് നമ്മളിപ്പോ ഉടക്കി നിൽക്കുന്നത്. അതെ. ആ, വെറുതെ ടെൻഷൻ അടിക്കണ്ട. അവള് കുഞ്ഞിനെ ഇദ്ദേഹത്തിന്റെ തലയിൽ തന്നെ കൊണ്ടുവന്നേൽപ്പിക്കും. എന്നിട്ട് വേറെ കെട്ടുകയും ചെയ്യും.